ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ട് കുറേ മുമ്പ്. എന്നിട്ട് അവൻ പറഞ്ഞു, സാർ ഞാൻ നന്നായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കും. എടാ എങ്ങനെയാടാ നീ ഇത് തുടങ്ങിയത്? അവനെ കാണാൻ തന്നെ നല്ലൊരു മുഞ്ചുള്ള പയ്യനാണ്. നീ എങ്ങനെ ഇത് തുടങ്ങി? ഫസ്റ്റ് ഡേയുടെ അന്ന് കോഴിക്കോട് അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടുത്തെ വെൽക്കം ഡേയുടെ അന്ന് എന്നെ സീനിയർ കുട്ടികൾ കടപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്താക്കി, ഞങ്ങളെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചു, പിന്നെ പല മരുന്നുകൾ ഉപയോഗിപ്പിച്ചു. അപ്പം എങ്ങനെയാണ് നിങ്ങളിത് ഫസ്റ്റ് തന്നെ തരുമ്പോൾ എങ്ങനെ ഇതിങ്ങനെ പറയുക? അവർ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്തുകൂടായിരുന്നോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ അവരെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കടപ്പുറത്ത് കൊണ്ടുപോയി എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. ഞങ്ങളത് സീനിയേഴ്സിൻ്റെ എന്തെങ്കിലും റാഗിങ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കണ്ണടച്ചു, നാക്ക് നീട്ടാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മിനിറ്റ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് പോലെ ജസ്റ്റ് സെക്കൻഡ്സ്. കുട്ടികൾ വെറുതെ കണ്ണടച്ചു. 4-5 പിള്ളേർ നാക്ക് നീട്ടാൻ പറഞ്ഞു, നാക്ക് നീട്ടി, അപ്പത്തേക്കും വെച്ചു കൊടുത്തു. ഇവൻ പറയാണ്, അത് വെച്ചതോട് കൂടിയിട്ട് ഞങ്ങൾ വേറെ ലോകത്തേക്ക് പോയി. പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് തോന്നി. അവസാനം നഷ്ടപ്പെട്ടെല്ലാമായി. നിങ്ങൾക്ക് യൂട്യൂബിലൊരു പയ്യനെ കാണാൻ പറ്റും, ഈ പട്ടാമ്പിയിലുള്ള. അവൻ്റെ അച്ഛന് നേരെ, ഉപ്പക്ക് നേരെ കഠാര ഉയർത്തിയിട്ടുണ്ട്. 3-4 തവണ പാറപ്പുറത്തുനിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സാലിയൻസ് എന്ന് പറയുന്ന ഇതിലേക്ക് കയറിപ്പോയിട്ട്. അവസാനം ഇപ്പം അവനെല്ലാം മാറിയിട്ട് നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ മയക്കുമരുന്ന് അടിക്കരുതേ എന്ന് പറയാം. ഞാൻ ഇവിടെ ഈ ക്യാമ്പസിൽ നിങ്ങൾക്കതൊരിക്കലും ലഭ്യമല്ല, അല്ലെങ്കിൽ ആ ഒരു ലോകത്തേക്ക് പോകില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഓരത്തോ ചാരത്തോ ഇതിൻ്റെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മെല്ലെ വിട്ടു നിൽക്കണം. അറിയാതെ നമ്മളതിൽ പെട്ടുപോകും. ഇന്നാളൊരു പയ്യനെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവൻ പറഞ്ഞത്, സാർ ഇതിനിപ്പോൾ അങ്ങോട്ട് പോകുമെന്നും വേണ്ടത് ഇങ്ങോട്ട് വരുന്ന. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്? ഞങ്ങൾക്ക് വരെ ഈ ഐഡിയാസ്, പോലീസുകാർക്ക് ഐഡിയാസ് പഠിപ്പിച്ചു കൊടുക്കുന്ന കഞ്ചാവ് കച്ചവടക്കാരെന്ന് പറഞ്ഞ പോലെ. കാരണം പോലീസുകാർക്ക് ആദ്യം കഞ്ചാവ് കച്ചവടം അറിയില്ലല്ലോ, അവരെ ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കള്ളന്മാർ തന്നെയാണ്. ഇതേപോലെ ഈ ആളുകളെ നമുക്കിത് പഠിപ്പിച്ചു തരാം, എങ്ങനെ അത് കിട്ടുകയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇത് ഇന്ന സൈറ്റിൽ കയറി അങ്ങോട്ട് അയച്ച് ഇത് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും. എന്നിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് ഉള്ളൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വെക്കും. എന്നിട്ട് അവരത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ അയച്ചു തരും. നമ്മളതിനനുസരിച്ച് ആ ഗൂഗിളിലെ മാപ്പ് അനുസരിച്ച് പോയി ഈ സാധനം എടുത്തിട്ട് പോരാ. ഇതിനിപ്പോൾ പുറത്തൊന്നും പോകണ്ടായിരുന്നു. വീട്ടിലേക്ക് മയക്കുമരുന്ന് വരുന്ന ഒരു കാലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഭീതിപ്പെടുത്തല്ല, ഭയപ്പെടുത്തല്ല. അത്തരം ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങാമെന്നറിയോ? നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന്. ഇതൊക്കെ എന്നാ തുടങ്ങാമെന്നറിയോ? നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ഫ്രഷേഴ്സ് ഡേയുടെ അന്ന്. ഇതൊക്കെയാണ് ക്യാമ്പസുകൾ നടക്കുന്ന കൂത്താട്ടങ്ങൾ. അതൊന്നുമില്ലാതെ അതിമനോഹരമായി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത ആ വാല്യൂസിലൂടെ. എനിക്ക് അത്ഭുതം തോന്നിയത്, ഇവിടെ വാല്യൂസിന് വേണ്ടിയിട്ട് ഒരു അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഇപ്പോൾ ക്യാമ്പസിൽ സാധാരണ കാണാത്തൊരു സാധനമാണ്. ഏതായിരുന്നാലും ആ വാല്യൂസിലൂടെ നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ എന്തായാലും സ്കില്ലിലൂടെ വളർന്നു പോയിക്കോ. ലോകത്തിലെ ഏകദേശം കാണുന്ന യൂറോപ്പോ അമേരിക്കയോ ഏത് ഭാഗത്തേക്ക് പോയാലും നല്ല ചാൻസസ് ഉള്ള ഒരു ജോബാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽപ്പെട്ടതാണ്. ലോജിസ്റ്റിക്സ് അതിൻ്റെ ഉദാഹരണമാണ്. ലോജിസ്റ്റിക്സ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ലൈസൻസ് മുതൽ അതിൻ്റെ പേപ്പേഴ്സ് മുതൽ അതിൻ്റെ പിന്നെ എന്താ പറയുക നമ്മുടെ ഗോഡൗൺ മുതൽ അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റ് മുതൽ ഓരോന്നും പേപ്പർ വൈസ് ശരിയാക്കി പോയാൽ അപാര സാധ്യതയുള്ള ഒരു ലോകമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ബെൻസ് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റോൾസ് റോയ്സ് എത്തുന്നത് ആ ഇട്ട സ്ഥലത്ത് നിന്നത് കയറാനുള്ള പെർമിഷൻ മുതൽ ഈ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള പെർമിഷൻ മുതൽ അവരുടെ പാക്ട് മുതൽ അതിനെക്കുറിച്ച് പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷിപ്പിലാണെങ്കിൽ അങ്ങനെ, ഫ്ലൈറ്റിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാർഗോയിലാണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ തീരുമാനിച്ച് വരുന്നതിൻ്റെ പേരാണ് ലോജിസ്റ്റിക്സ്. അപ്പം ചില കുട്ടികൾക്ക് തോന്നും എന്നാൽ പിന്നെ അതെടുത്താൽ മതിയായിരുന്നു. ഈ കുട്ടികൾക്ക് തോന്നുന്നത് തോന്നലാണ്. ഇത് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് തോന്നുന്നു അതെടുത്താൽ മതിയായിരുന്നു. പാരാമെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുക. കുറേ ആണ്ട് ചെയ്യുമ്പോൾ പറയും അതായിരുന്നു നല്ലത്. അതെല്ലായിടത്തുള്ള ചിന്തയാണ്. ബിഫാം ചെയ്യുന്ന കുട്ടികൾക്ക് തോന്നും പിന്നെ ഒപ്റ്റോമെട്രി ചെയ്ത് നല്ലത്. ഒപ്റ്റോമെട്രി ചെയ്യുന്നവർക്ക് തോന്നുന്നത് റേഡിയോളജി ചെയ്യുന്നത് നല്ലത്. അത് കഴിഞ്ഞവർക്ക് തോന്നുന്നു അനസ്തേഷ്യ ചെയ്യുന്നത് നല്ലത്. ഇങ്ങനെ തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ജോയിൻ ചെയ്തതിൽ ലോകത്തിലൊരിക്കലും കോഴ്സിനല്ല സ്കോപ്പ്. ഈ വാക്കുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, മനസ്സിൽ കുറിച്ച് വെച്ചോ. ലോകത്തിലൊരിക്കലും കോഴ്സിനല്ല സ്കോപ്പ്, വ്യക്തിക്കാണ്. വ്യക്തികൾ ടോപ്പായാൽ അവരെ തേടിയിട്ട് ജോബ് എത്തും. ഹൂക്കിംഗ് പേഴ്സണാലിറ്റി എന്നതിന് പറയാം. ഹുക്കിംഗ് പേഴ്സണാലിറ്റി. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉയർന്നു പോകുമ്പോൾ ആൾക്കാർക്ക് അവർ ആവശ്യം ഉണ്ടാവും. അവിടുന്ന് 5 ലക്ഷം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് 7 ലക്ഷത്തിന് ക്ഷണിക്കും. അവിടുന്ന് 7 ലക്ഷം കിട്ടുമ്പോൾ ഇവിടുന്ന് 10. അപ്പോൾ നമ്മൾ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യണമെന്നുള്ളൂ. 2 വർഷത്തേക്ക് അവിടെ അഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ഇനി 10,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽക്കരുത്. കാരണം ആ ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ളതിലേക്ക് പോകാവൂ. ടൈം ഫ്രെയിം കഴിയുന്നതിന് മുമ്പേ 6 മാസം മുമ്പേ എന്താക്കണം, നമ്മൾ നോട്ടീസ് കൊടുക്കണം. അങ്ങനെ കാരണം നമ്മളെ കൾച്ചർ ഇവാലുവേഷൻ എന്ന സാധനമുണ്ട്. ഞാൻ കുട്ടികൾക്ക് എല്ലാം കൂടി പറയല്ല. കൾച്ചർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഏത് ട്രാക്കിലൂടെ കടന്നു വന്നു എന്ന് അവർ നോക്കും. അതുകൊണ്ട് ആ കമ്പനി പോയി, ഈ കമ്പനി പോയി, ആ കമ്പനി പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പിന്നെ ഒരിക്കലും എവിടെയും കയറാൻ കഴിയില്ല. അതുകൊണ്ട് ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് പറ്റൂ. അതുകൊണ്ട് സ്കിൽ ഓറിയൻറ്റേഷനിലൂടെ കടന്നു പോവുക. സ്കില്ലുകൾ എന്തൊക്കെയാണ്? വളരെ ഷോർട്ടാക്കിയിട്ട് പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആധികാരികമായി പറയുന്ന സ്കില്ലൊന്ന് റഫറൻസ് സ്കില്ലാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ റെഫർ ചെയ്യാതിരിക്കല്ലേ. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ റെഫറൻസിലേക്ക് പോകാതെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. അവനവൻ പഠിച്ചത് മാത്രം ചെയ്യല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ റെഫർ ചെയ്യുക. മറ്റൊന്നാണ് റെഫറൻസ് സ്കില്ല് കഴിഞ്ഞാൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതിമനോഹരമായി ഡാറ്റകൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിസിനിലോ മറ്റുള്ള കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അതിനാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ എന്തുണ്ട്? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അനലിറ്റിക് റീസണിങ്, പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് വേറൊരു സ്കില്ലാണ്. അനലിറ്റിക് റീസൺ, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കലി അതിന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ലാസ്റ്റ് സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഇന്നൊരു അസുഖം തന്നെ ഉണ്ട് സൈക്കോളജിയിൽ. അതിൻ്റെ പേരെന്താണെന്നറിയോ? ഡിസൈഡോഫോബിയ എന്നാണ്. ഇപ്പം അടുത്തിടെ മാധ്യമത്തിൽ വലിയൊരു ലേഖനം തന്നെ വന്നിരുന്നു അതിനെക്കുറിച്ചിട്ട്. ഡിസൈഡോഫോബിയ എന്താ അതിൻ്റെ അർത്ഥം? ഡിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ തീരുമാനം. ഡിസൈഡോഫോബിയ, ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയം. തീരുമാനം എടുക്കാൻ പേടി. ജോലി കയറുമ്പോൾ അതിൽ വേണോ ഇതിൽ വേണോ പേടി. പഠിത്തത്തിൽ ആ കോഴ്സ് വേണം ഈ കോഴ്സ് വേണോ പേടി. ഒന്നിലങ്ങണ്ട് നിന്ന് അതിൽ തന്നെ നിൽക്കുക. എന്നിട്ട് കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് സൈക്കോളജിയിൽ. എന്താ കാലിബ്രേഷൻ? ഇപ്പം ഞാൻ ചെയ്തത് സൈക്കോളജിയാണ്, പക്ഷേ ഞാൻ ചെയ്യുന്ന പരിപാടി ബിസിനസ്സാണ്. മനസ്സിലായോ? സൈക്കോളജിയേക്കാൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം ബിസിനസ്സാണ്. അപ്പം എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് നമ്മളെ കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പഠിത്തവും കാലിബ്രേഷനും രണ്ടാണ്. നിങ്ങൾ ചെയ്ത കോഴ്സ് ഒരു പക്ഷേ റേഡിയോളജി ആയിരിക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും സ്കില്ല് കൂട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ പേര് ആക്സിലറേഷൻ എന്നാണ്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ നമുക്ക് ഇല്ലാത്ത ഒരു സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകലാണ് എന്ത് ഈ പറയുന്ന കാലിബ്രേഷൻ. ഇപ്പം കാലിബർ കൂട്ടി പോയാൽ നമ്മളെ ലോകത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഈ പറയുന്ന സ്കില്ലിനെയും ഇനി അഥവാ കോഴ്സ് അതാണോ എന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചിന്തിച്ചിട്ട് അതിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ കാലിബ്രേഷൻ നടത്തിയിട്ട് മഹാരഥനായി മാറുക എന്നതാണ്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ അടുത്ത് വൈൻഡപ്പ് ചെയ്യാറായി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഫാമിലിയിലേക്ക് നോക്കാതിരിക്കല്ലേ. നിങ്ങളുടെ ഫാമിലി ഓറിയൻറ്റേഷൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നടത്തണം. കാരണം ഇന്ന് നിങ്ങളുടെ അച്ഛൻ സാധാരണ ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഈ അടുത്തിടെ ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞോട്ടെ. ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ് ഞാൻ ഖത്തറിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവളൊരു ജീൻ പാൻറ്റും ഒരു നല്ലൊരു ടോപ്പും അതോടൊപ്പം ഒരു മഫ്തക്കെട്ടും കണ്ടാണ്. ഒരു മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ ഏതായിരുന്നാലും അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ ആദ്യത്തെ യാത്രയാണിത്, അതുകൊണ്ട് സാർ എന്തെങ്കിലും എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നൊന്ന് ഗൈഡ് ചെയ്യുമെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ പാസ്പോർട്ട് എവിടെ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ബോർഡിംഗ് പാസ് എടുക്കേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ ആ കുട്ടിയെ കൂട്ടി അങ്ങനെ നേരെ ഖത്തറിലെത്തി. ചുരുക്കി പറഞ്ഞാൽ ഖത്തറിലെത്തിയിട്ട് അവളെ ഉമ്മയെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ കുട്ടിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അവളെ പേര് പറയാത്തത് ഈ മൈക്കിൽ ഭാവിയിൽ ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കുട്ടിയെ ഞാൻ പറഞ്ഞു, ഉമ്മ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് എന്നെ മെല്ലെ ഒന്ന് മെസ്സേജ് അയച്ചു. സാർ ഒറ്റ വാക്കാണ്, ഡു യു റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു. ഐ ഹാവ് നോ ഐഡിയ. കാരണം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ആ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ എവിടെയോ കണ്ട പോലെ തോന്നി, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചു. എൻ്റെ ഉമ്മ അവിടെ ജോലിക്കാരിയാണ്, സാധാരണ അറബി വീട്ടിൽ പാചക ജോലിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉപ്പ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പിലാണ് സാറേ. ഞാൻ അന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ പറഞ്ഞപ്പോഴാണ് ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു ജോലി വേണം സാർ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യോ? ഞാനന്ന് ഖത്തറിലേക്ക് കയറിയത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇപ്പോൾ എക്സ്പീരിയൻസിനേക്കാൾ വലുത് എന്താണ്? എക്സ്പെർട്ടൈസാണ്. അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? എക്സ്പീരിയൻസ് അല്ല പ്രധാനം, എക്സ്പീരിയൻസിനേക്കാൾ വലുത് എക്സ്പെർട്ടൈസാണ്. ഉദാഹരണത്തിൽ ഒരു സ്കൂളിൽ ഒരു സാധാരണ ഒരു അധ്യാപകൻ അയാൾ 10 കൊല്ലം അവിടെ പഠിപ്പിച്ചു, അത് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അയാളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എക്സ്പെർട്ടൈസ് എന്ന ഓരോ വർഷത്തിലും തൻ്റെ സ്കില്ലിനെ കൂട്ടി നമ്മളതിൽ എക്സ്പെർട്ടായി മാറുന്നതിൻ്റെ പേരാണ്. ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, പലതിലും എക്സ്പെർട്ടായി മാറുന്നതിൻ്റെ പേരാണ് എക്സ്പേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന് ഇന്ന് എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റി അല്ല വേണ്ടത്,
എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. അവിടെ എക്സ്പെർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്നിലുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ അയച്ചു ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്, എൻ്റെ എല്ലാവരും കൂടി എന്നെ വിളിക്കരുത് കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അവനവിടെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, അവനതിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് നിങ്ങളൊരു ജോലി അവിടെ കൊടുക്കുമെന്ന് ചോദിച്ചു. ഖത്തറിലേക്ക് കയറിയാൽ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സാലറിക്ക് ആ കുട്ടി, അതായത് ആ ഉമ്മക്ക് പെട്ടെന്ന് അടുത്ത മാസം തന്നെ നാട്ടിലേക്ക് പോരാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സാലറിക്ക് ആ കുട്ടി അവിടെ കയറ്റുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ആളുകൾ നന്നായിട്ട് പെരുമാറാൻ കഴിയും, നന്നായിട്ട് പക്വതയുള്ള മോളാണ്. അതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റി. ലോകത്തിൽ എവിടെ പോയാലും ആ പറയുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ, ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ സർട്ടിഫിക്കറ്റിനേക്കാളും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പായിട്ടും അത് സ്കില്ല് തന്നെയാണ്. അതിനേക്കാൾ വലിയ പ്രാധാന്യം ടൈം നോക്കാതെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടുള്ള പാഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് നാലാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന വാല്യൂസാണ്. എവിടെ പോയാലും ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന, അഥവാ ഡോക്ടേഴ്സ് ഓപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കയറി സർജിക്കൽ സാധനങ്ങളൊക്കെ വന്ന് ഇതെല്ലാം വന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പാവം ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന കുട്ടിയുടെ പിതാവ് അവിടെ ഇങ്ങനെ നിങ്ങളൊന്ന് സ്റ്റക്കാവണം, എന്നിട്ട് പോയിട്ട് പറയണം ബേജാറാവണ്ട കേട്ടോ, നമ്മളെന്താക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അയാളെ ഒന്ന് തലോടുമ്പോഴാണ് അത് പാഷനാകുന്നത്, അത് വാല്യൂസ് ആകുന്നത്.